വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈവൻ ഫംഗ്ഷനെയും അതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷനെയും പറ്റിയിട്ടാണ് അല്ലേ. ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും. അപ്പം നമ്മൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഈവൻ ഫംഗ്ഷൻ്റെ എക്സാമ്പിളായിരുന്നു ആര്? കോസ് എക്സ് ഈവൻ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. സൈൻ എക്സ് ഏതിൻ്റെ എക്സാമ്പിളുമാണ്? സൈൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളുമാണ്. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം ഫുറിയർ സീരീസിൽ കോസ് സീരീസും അല്ലെങ്കിൽ കോസും വരുന്നുണ്ട്, സൈനും വരുന്നുണ്ട് അല്ലേ. സൈൻ എൻ പൈ ബൈ എക്സും പൈ ബൈ പിയും അതുപോലെ തന്നെ കോസ് എൻ പൈ എക്സ് ബൈ പിയും വരുന്നുണ്ട്. അപ്പം അവിടെ എന്താണ്? ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനായിട്ട് മാറും. അതുപോലെ തന്നെ ഈവൻ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0, അതായത് മൈനസ് പൈ ടു പൈ അല്ലെങ്കിൽ പി ടു പി ആണെങ്കിൽ നമുക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും 2 × 0 to p, ഇൻ്റഗ്രൽ 0 to p. ഓഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ബിക്കം 0 എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇക്വേഷൻ, അതായത് നമുക്കറിയാം ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ, അതായത് എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂയും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂയും സെയിം ആണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂ മൈനസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ അങ്ങനത്തെ ഫംഗ്ഷനെയാണ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പം കോസ് എക്സ് ഈവൻ ഫംഗ്ഷനാണ്, സൈൻ എക്സ് ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഒരു പീരീഡിലുള്ള ഇൻ്റഗ്രൽ ആണ് എങ്കിൽ മൈനസ് പി ടു പി ആണെങ്കിൽ 2 × ഇൻ്റഗ്രൽ 0 to p കോസ് എക്സ് ചെയ്താൽ മതി അല്ലേ. ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും. സൈൻ എക്സിൻ്റെ എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു പീരീഡ് മൈനസ് പി ടു പി ഇൻ്റഗ്രലാണെങ്കിൽ അത് 0 ആയിരിക്കുന്നുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫുറിയർ സീരീസിൽ നമുക്ക് എളുപ്പം ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഫുറിയർ കൊസൈൻ സീരീസ് ആൻഡ് സൈൻ സീരീസ്. അപ്പം ഫുറിയർ കൊസൈൻ മാത്രം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസിൻ്റെ ടേം മാത്രം വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫുറിയർ കൊസൈൻ സീരീസ് എന്ന് പറയും. ഇനി സൈൻ്റെ മാത്രം വരികയാണെങ്കിൽ അല്ലെങ്കിൽ സൈൻ ഉൾക്കൊള്ളുന്നത് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് സൈൻ സീരീസ് എന്ന് പറയും. ഇനി എങ്ങനെയാണ് നോക്കാം. അപ്പം നമ്മൾ ഒരു ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷനാണ് എങ്കിൽ നമുക്കറിയാം ഈവൻ ഫംഗ്ഷനാണ് എങ്കിൽ കൊസൈൻ സീരീസാണ് അതിനുണ്ടാവുക. കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ടേമുകൾ മാത്രമേ ഉണ്ടാവും. കാരണം ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ സൈൻ്റെ ടേം, സൈൻ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ഓഡിൻ്റെ ഇൻ്റഗ്രൽ എപ്പോഴും എന്തായി മാറും? 0 ആയി മാറും എന്ന് പറഞ്ഞു. അപ്പം അതിൽ എന്തുണ്ടാവില്ല? സൈൻ ടേമുകൾ അല്ലെങ്കിൽ സൈൻ്റെ ഒപ്പരമുള്ള കുഞ്ഞാപ്പുകളൊന്നും ഉണ്ടാവില്ല. ഈവൻ ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ. അപ്പം ഈവൻ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ എന്തേ ഉണ്ടാകുള്ളൂ? കൊസൈൻ സീരീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് കോസിൻ്റെ ടേമുകൾ, കോസ് ഉൾക്കൊള്ളുന്ന ഭാഗമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് ഫുറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫുറിയർ കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ a0/2 പ്ലസ് നമുക്ക് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an cos n pi x by p. ഓക്കെ, അപ്പോൾ a0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം മൈനസ് പി ടു പി ഉള്ളത് മാറ്റി എഴുതാം ബൈ ദി ഡെഫിനിഷൻ 2/p അല്ലേ. നേരത്തെ നമ്മൾ 2 നേരത്തെ വ്യത്യാസമുണ്ട്. 2/p 0 to p f of x dx. 2/p 0 to p f of x dx. എന്തുകൊണ്ട്? എഫ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ അങ്ങനെ എഴുതാമെന്ന് നമുക്കറിയാം. an-ന് നമ്മൾ 2/p 0 to p f of x cos n pi x by p dx അല്ലേ. അപ്പം ഇത് എപ്പോഴും ഓർത്ത് വെക്കുക, a0 ആണ്. ഇനി ഒരു ഫംഗ്ഷന് ഓഡ് ഫംഗ്ഷനാണെങ്കിൽ നമുക്ക് തന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ്. സോ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വരിക സൈൻ സീരീസാണ്. കാരണം ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷനാണ് എന്താവുക? ഈവൻ ഫംഗ്ഷൻ ആവുക. പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ എന്താണ്?
ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ് വരിക. ഓക്കെ, അപ്പം ഈ കേസിൽ എഫ് ഓഫ് എക്സ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എഫ് ഓഡ് ഫംഗ്ഷനാണ് എങ്കിൽ എഫ് ഇൻറ്റു കോസ് എന്തായി മാറും? കോസ് എന്താണ്? ഈവനാണ്. എഫ് എന്താണ്? ഓടുമാണ്. ഓഡ് ഇൻറ്റു ഈവൻ എന്താവും? ഓഡ് എന്നാവും. അപ്പോൾ ഇൻ്റഗ്രൽ എന്തായി മാറും? 0 ആയി മാറും. അപ്പം കോസുള്ള ടേമുകളൊന്നും ഇതിലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെ സൈൻ സീരീസ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? സൈൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഫുറിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ പി അല്ലേ. ബി എൻ എന്താണെന്നുള്ള അറിയാം. ബി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ദി ഡെഫിനിഷൻ 2/p ഇൻ്റഗ്രൽ 0 to p എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ പി ഡി എക്സ്. ഓക്കെ, അപ്പം ഒന്നുകൂടി പറയാണ്, ബി എൻ ഈക്വൽ ടു 2/p ഇൻ്റഗ്രൽ 0 to p എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ പി ഓക്കെ ഡി എക്സ്. അപ്പം ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ജസ്റ്റ് നോക്കണേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ലിമിറ്റ് പറയുന്നത് മൈനസ് അല്ലെങ്കിൽ പീരീഡ് പറയുന്നത് -2 to 2 ഇൻ എ ഫുറിയർ സീരീസ്. ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇത് എന്ത് ഫംഗ്ഷനാണ് നോക്കുക? ഈവൻ ഫംഗ്ഷനാണോ ഓഡ് ഫംഗ്ഷനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ കുറഞ്ഞ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, വലിച്ചും വാരി കുറേ ചെയ്യേണ്ട. അതാണ് നമ്മൾ ഇങ്ങനത്തെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ആൻസർ തൊടുകയാണ്. അപ്പം ആൻസറിൽ ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എടുത്തെഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈവൻ ഫംഗ്ഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു ജസ്റ്റ് ഒന്ന് നോക്കുക. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ബൈ ദി ഡെഫിനിഷൻ പ്രകാരം മൈനസ് എക്സ് എന്നാണ്. മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ദെർഫോർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ദെർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് എ ഓഡ് ഫംഗ്ഷൻ. ഇതെന്താണ്? ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഒരു ഓഡ് ഫംഗ്ഷനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആരേ ഉണ്ടാവുള്ളൂ? ഇതാ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ ഇല്ലേ എക്സ് ബൈ പി ബി എൻ ഈക്വൽ ടു 2/p ഇൻ്റഗ്രൽ 0 to p എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ പി ഡി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ പി ഈക്വൽ ടു എന്താണ്? നമുക്ക് പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ് അല്ലേ. -2 to 2 എന്നാണ്. അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത് 2 ആണ് എന്ന് എടുക്കാം. സോ അതുകൊണ്ട് നമുക്ക് ആദ്യം ബി എൻ കാണണം. സോ ബി എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത് അവിടെ തന്നിട്ടുണ്ട് 2/p. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 2/p പിൻ്റെ സ്ഥാനത്ത് 2 ഇൻ്റഗ്രൽ 0 to 2 അല്ലേ എഫ് ഓഫ് എക്സ് അല്ലേ സൈൻ എൻ പൈ എക്സ് ബൈ 2 ഡി എക്സ് ഇതാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ. സോ ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സൈൻ എൻ പൈ അല്ലേ എൻ പൈ ബൈ 2 സോറി എക്സിൻ്റെ കുറവുണ്ട് ഡി എക്സ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇത് ഏത് ഫോമിലാണ് വരുന്നത് എന്നുള്ളത്. കാരണം ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു എക്സിനെ നമ്മൾ ഫസ്റ്റ് ടേമിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓർമ്മ ഉണ്ടാകണം. ആദ്യം 2 ഫംഗ്ഷനുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഏതാണെന്ന് എടുക്കേണ്ടി നമുക്ക് പെട്ടെന്ന് ഏത് രീതിയിൽ ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഫോം ഏതാണോ ബെറ്റർ അതാണ് നമ്മൾ പിടിക്കുക. അതായത് ഏറ്റവും വേഗത്തിൽ എങ്ങനെ ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നോ ആ മെത്തേഡാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പരിഗണിക്കുക ഇൻവേഴ്സ് ട്രിഗണോമെട്രി, പിന്നെ ലോഗരിതം, പിന്നെന്താണ് അടുത്ത ആൾജിബ്രായിക്ക് എക്സ് ആൾജിബ്രായിക്ക് ആണല്ലേ, പിന്നെന്താണ് ടി ട്രിഗണോമെട്രി, പിന്നെ എക്സ്പൊണൻഷ്യൽ. ലാസ്റ്റാണ് എക്സ്പൊണൻഷ്യൽ നമ്മൾ പരിഗണിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ആൾജിബ്രാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആദ്യം പരിഗണിക്കുക, പിന്നെ ട്രിഗണോമെട്രി. അപ്പം ഫസ്റ്റ് ഇൻറ്റു അല്ലേ ഇൻ്റഗ്രൽ ഓഫ് ഏതാണ് സൈൻ എൻ പൈ എക്സ് ബൈ 2
ടു അല്ലേ. പിന്നെന്താണ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് അല്ലേ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എൻ പൈ എക്സ് ബൈ 2 ഡി എക്സ് അല്ലേ. ഫ്രം വേർ ടു വേർ 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ് സൈൻ്റെത് മൈനസ് ശ്രദ്ധിക്കുക മൈനസ് കോസ് എൻ ബൈ എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് വരിക എൻ പൈ ബൈ 2. അപ്പോൾ എന്താണ് വരിക 2/n π എന്നാണ് വരിക. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദിസ് മൈനസ് ഇനി നോക്കണേ ഇൻ്റഗ്രൽ ഞാൻ എഴുതി. സൈൻ്റെത് നമുക്ക് എന്താ കിട്ടുക കോസ് മൈനസ് കോസാണ്, മൈനസ് പ്ലസ് ആവും. കോസ് എൻ പൈ എക്സ് ബൈ 2 അല്ലേ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ 2 അല്ലേ. ഇതാണ് ഫ്രം 0 to ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 2. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസിൻ്റെ ഇതിന് ലിമിറ്റുകൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈനസ് എക്സ് അങ്ങനെ തന്നെ ഉണ്ട്. അതായത് എൻ പൈ ബൈ 2നെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ വരുമ്പോൾ 2x അല്ലേ കോസ് എൻ പൈ എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എൻ പൈ ഇത് വരും പ്ലസ് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് സൈനാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കണേ സൈൻ എൻ പൈ എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ ഒരു എൻ പൈ ബൈ 2 കൂടി ഉണ്ടാവും, എപ്പോഴും കൂടി ഉണ്ടാകുമ്പം എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ 2 ഉണ്ട്, പിന്നെ ഒരു 2 കൂടി ഉണ്ട് 4 വരും. ബൈ 4 ഉള്ളത് ഇവിടെ ഞാൻ എഴുതി 4 ഫ്രം 0 to 2. ഇനി അപ്ലൈ ചെയ്യാൻ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താ നോക്കാം. ദിസ് ഇസ് 2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 വരും. അപ്പം -2 × 2 -4. ഇനി കോസ് അല്ലേ കോസിന് അങ്ങനെ തന്നെ കോസ് എൻ പൈ 2 എക്സിൻ്റെ സ്ഥാനത്ത് 2 അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കണേ 2 അപ്ലൈ ചെയ്യുമ്പോൾ 2/2 ക്യാൻസലായി പോകും. അപ്പോൾ കോസ് എൻ പൈ 2 ഇവിടെ അപ്ലൈ ചെയ്യുമ്പം 2/2 ക്യാൻസലായി പോകും. അപ്പോൾ കോസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൻ പൈ. ഓക്കെ, സെറ്റാണല്ലോ. പിന്നെ 0 അപ്ലൈ ചെയ്യുമ്പോൾ കോസിൽ 0 അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ബിക്കംസ് എക്സിന് 0 വരും. എക്സിന് 0 വരുമ്പോൾ മൊത്തം 0 ആയി പോകും. അപ്പം -0 പ്ലസ് മൈനസ് പ്ലസ് ആണ് കേട്ടോ, മൈനസ് ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട്. ഓക്കെ, പിന്നെ സൈൻ്റെത് കൊടുക്കുമ്പം 4 സൈൻ എന്താണ് സൈൻ 2 ഇത് വരുമ്പോൾ എൻ പൈ തന്നെ സൈൻ എൻ പൈ കിട്ടും ഡിവൈഡഡ് ബൈ എൻ പൈ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ അല്ലേ -0 സൈൻ 0 എന്താണ് 0 അല്ലേ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് ഓക്കെ. അപ്പം ദിസ് ഈസ് ബിക്കംസ് നമുക്ക് എന്താ കിട്ടുക സൈൻ എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത് സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. ഇത് ബിക്കം 0 സൈൻ എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. അപ്പം നമ്മൾ ആദ്യം മുതൽ കോസ് എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4 കോസ് എൻ പൈ. അപ്പം കോസ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ -1 ആണ്. കോസ് 0 1 കോസ് പൈ ബൈ 2 0 കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 പിന്നെ കോസ് പൈ കഴിഞ്ഞിട്ട് പിന്നെ വരെ കോസ് 2 പൈ എന്താണ് 1 കോസ് 3 പൈ എന്താണ് -1. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ -1/n എഴുതാൻ പറ്റും. ഓക്കെ, ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് വരും. ഓക്കെ, അപ്പം നമുക്ക് ഈ കുഞ്ഞാപ്പൂവിനെ 4 × -1/n ഡിവൈഡഡ് ബൈ n പൈ ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പ്ലസ് സൈൻ എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ 0 0 സൈൻ പൈ ബൈ 2 1 സൈൻ പൈ 0
അല്ലേ? പിന്നെയും സൈൻ 3π 0, സൈൻ 2π 0, ഓൾവേസ് 0. ദിസ് ഈസ് ഓൾവേസ് 0. സോ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആൻസർ ഇതാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് വെച്ചാൽ മൈനസ് ഇവിടെ ഒന്നും കൂടിയും ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ട്. ഇതിനെയും കൂടിയും ഒരു മൈനസ് കൂടി ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? -1 എണ്ണം ഒന്നുകൂടി കൂടുമ്പോൾ n+1 -1n+1 4nπ എന്ന് കിട്ടും നമുക്ക്. സോ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. -1n+1 4nπ എന്ന് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ഇതാണ് നമ്മളുടെ റിസൾട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇനി ഇക്വേഷൻ ഉണ്ടാക്കണം. ഇത് എങ്ങനെ ഇക്വേഷൻ നോക്കാം. അപ്പം എന്തെന്നാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരിക? ദിസ് ഈസ് ബിക്കംസ് നോക്കാം സിഗ്മ അല്ലേ, ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f(x) എന്തെന്നായിരുന്നു? കാരണം ഇത് ഓഡ് ഫംഗ്ഷനാണ്, bn മാത്രമേ ഉള്ളൂ. സിഗ്മ n = 1 to ∞ അല്ലേ? നോക്കുക, മുകളിൽ നോക്കുക, നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് f(x) n = 1 to ∞ bn sin nπx/2 അല്ലെങ്കിൽ x/p ആണ് വരിക അല്ലേ? p2 ആണ്, അതുകൊണ്ടാണ് 2 എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്, bn അപ്ലൈ ചെയ്യാം. അപ്പം f(x) കുറച്ച് bn, ഈ ഇക്വേഷൻ തന്നെ അങ്ങനെ എഴുതി ശീലമാക്കിയാൽ പിന്നെന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം bn സൈൻ അല്ലേ, bn sin nπx/p ആണ് നമ്മളുടെ ഇക്വേഷൻ. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ n = 1 to ∞. bn എന്താ അതാ കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് bn എന്ന് പറഞ്ഞാൽ -1n+1 അല്ലേ, 4/nπ. പിന്നെന്താണ്? സൈൻ ഇടണം, സൈൻ nπx ഇടണം ബൈ പീൻ്റെ സ്ഥാനത്ത് 2. ദിസ് ഈസ് ദി ആൻസർ. നമുക്ക് ഇതാണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഇതേമാതിരി തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ദി ഫങ്ഷൻ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യാം ഇൻ ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് കിട്ടും നോക്കാം. ഈ ഫംഗ്ഷന് ഞാൻ ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മോഡലും അഥവാ ചോദിക്കും, അപ്പോൾ നമുക്ക് അറിയണം. അപ്പം ആൻസർ നമ്മൾ എന്താ ഇതിൽ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇത് ഓഡ് ഫംഗ്ഷനാണോ ഈവൻ ഫംഗ്ഷനാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം അല്ലേ? ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? f(x) നമ്മളെടുത്തു f(x) കണ്ടീഷൻ ഉണ്ട്. എന്ത്? -π to 0 ആണെങ്കിൽ, x<0 ആണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? -1 ആണ് അല്ലേ? അപ്പം നമ്മൾ ഈ കേസിനെ സംബന്ധിച്ച് -1 ആണ്. പക്ഷേ പോസിറ്റീവ് ആകുമ്പോൾ അത് എന്താ സംഭവിക്കുന്നത്? 1 ആണ്. അപ്പോൾ നമുക്കറിയാം f(-x) എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നോക്കണം എന്ത് ചെയ്യും? -x നെഗറ്റീവ് ആണെങ്കിൽ ശ്രദ്ധിക്കണേ, ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 1 കിട്ടും. 1 എന്ന് പറഞ്ഞാൽ -1ൻ്റെ എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടുക -1 ആണ് സത്യത്തിൽ വരുന്നത്. -1ൻ്റെ നെഗറ്റീവാണ് ആര്? 1 എന്ന് പറയുന്നത്. അപ്പോൾ -f(x) എന്നാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ഓഡ് ഫംഗ്ഷനാണ് നമുക്ക് കിട്ടി. സോ അപ്പം നമ്മൾ ആ രീതിയിൽ നോക്കണമെന്നില്ല, തന്നിട്ടുള്ള കുഞ്ഞാപ്പ് നോക്കിയാൽ മതി. അതായത് f(x) -x എന്ന് ഇതുവരെ ആണെങ്കിൽ മൈനസ് ആണ് എങ്കിൽ, പിന്നെ അപ്പുറത്ത് 0 മുതൽ പൈയോ പി വരെ എന്താണ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷനാണ്. ഇനി നേരെ തിരിച്ചാണെങ്കിലും എങ്ങനെ തിരിച്ചിട്ട് പറയുകയാണ്. ഇപ്പം ഇവിടെ +1ഉം ഇവിടെ -1ഉം ആണ്. അങ്ങനെയാണെങ്കിലും ആ ഫംഗ്ഷൻ എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. പിന്നെ അതല്ല, ഇനി ഫംഗ്ഷൻ തരികയാണ് f(x) ഏത് രീതിയിൽ തരികയാണ്? f(x) 2 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആക്കി തരിക. 2 ആണ്. ഓക്കെ, 2 മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷനാണ്.
ഓക്കെ, ഈ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷനാണ്. ഇവിടുത്തെ കേസ് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളെപ്പോഴും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എന്താ എടുക്കുക? 1 ആണ് എന്ന് അസ്യൂം ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അങ്ങനെ ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ഓഡ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അങ്ങനെ ആകുമ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ ദെർഫോർ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് എ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷനാണ് എന്നെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. എന്താ അപ്ലൈ ചെയ്യേണ്ടത്? ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കാണേണ്ടി? ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ bn sin nx n pi x by ഇത് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തൊട്ട് മുകളിലത്തെ എക്സ്പാൻഷനൊക്കെ നോക്കി അതേമാതിരി തന്നെയാണ് ഇത് എന്നുള്ള ഓർക്കുക, കൊളാക്കരുത്. ശ്രദ്ധിച്ച് ബി എന്നും ഇതൊക്കെ കാണണം. bn ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം 2 അല്ലേ, 2/p ഇൻ്റഗ്രൽ 0 to p. ഇവിടെ p എന്താണ്? p നോക്കണേ, അത് ഞാൻ പറഞ്ഞിട്ടില്ല. p ഈക്വൽ ടു എന്താണ്? പൈ ആണ്. p ഈക്വൽ ടു പൈ. അപ്പം 0 to p എഫ് ഓഫ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് ഇത് പോരാ, സൈൻ സീരീസ് ആണിത്. സൈൻ പൈ എൻ പൈ അല്ലേ, സൈൻ എൻ പൈ എക്സ് ബൈ പി അല്ലേ ഡി എക്സ്. ഇതാണ് ഇക്വേഷൻ പ്രകാരം അല്ലേ, സൈൻ എൻ പൈ ബൈ പി അല്ലേ. അപ്പം ഡി എക്സ് ദിസ് ഇസ് ഈക്വൽ ടു 2 പി എന്താണ്? പൈ ആണ്. പൈ ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ പൈ, സൈൻ എൻ പൈ എക്സ് ബൈ പൈ. അപ്പം ഇൻറ്റു ഡി എക്സ്. പൈയും പൈയും ക്യാൻസൽ. സോ നിങ്ങൾക്കിത് സിമ്പിളായിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്തും. 2 പൈ ഇൻ്റഗ്രൽ 0 to പൈ സൈൻ എൻ എക്സ് ഡി എക്സ്. ഐവ ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻ്റഗ്രൽ 2/π. സൈൻ്റെത് കോസ് ആണ്. അപ്പോൾ കോസ് എൻ എക്സ് ബൈ എൻ ഫ്രം ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 to π. ദിസ് ഇസ് ഈക്വൽ ടു 2/π cos nx cos nπ അല്ലേ, cos nπ ബൈ മൈനസ് എന്താണ് cos 0 ബൈ ഓക്കെ ആണല്ലോ, cos 0 ബൈ n എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനി cos 0 എന്താണ്? 1 ആണ്. ഓക്കെ, സൈൻ്റെ മൈനസ് അല്ലേ, ഇൻ്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് എൻ പൈ പ്ലസ് കോസ് 0 അങ്ങനെ കിട്ടുക. സോറി മാറിപ്പോയി സ്പീഡ് ചെയ്യുമ്പോൾ. ഓക്കെ, 2/π. ഇനി നോക്കുക, കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ കോസ് 1π എന്താണ്? -1. കോസ് 2π എന്താണ്? 1. കോസ് 3π എന്താണ്? കോസ് 3π എന്താണ്? -1. സോ -1/n എന്ന് കൊടുക്കാം, പ്ലസ് എന്ത് കൊടുക്കാം? 1/n എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. bn എന്താണെന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ സിഗ്മ n ഈക്വൽ ടു അല്ലേ, ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താ തൊട്ട് മുകളിലുള്ളത് അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതാ ഈ കുഞ്ഞ്. അപ്പോൾ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി bn സൈൻ എൻ പൈ എക്സ് ബൈ പി. അതെന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്തോളാണ്. ഇക്വേഷന് അഥവാ ഇക്വേഷന് കിട്ടുന്നതിനും ചിലപ്പോഴെങ്കിലും മാർക്ക് നിങ്ങൾക്ക് തന്നേക്കാം കേട്ടോ. bn അല്ലേ സൈൻ എൻ പൈ എക്സ് ബൈ പി അല്ലേ, ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി
2/π വേണേൽ ടേക്ക് ഔട്ട് സൈഡ് എടുത്തു, കാരണം n ഇല്ലാത്തതുകൊണ്ട്. 1 + -1/n ഞാൻ ഒന്ന് തിരിച്ച് എഴുതിയതേ ഉള്ളൂ കേട്ടോ. ബൈ n × sin nπx/π എന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പൈയും പൈയും ക്യാൻസലായി പോകും. അപ്പം sin nx എന്ന് എഴുതിയാൽ മതി. ഓക്കെ, sin nx. അപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1 ഇവിടെ പ്ലസ് എന്ന് എഴുതിപ്പോയില്ലേ, ഓ സോറി, മൈനസ്. ഇവിടെ ഒരു മൈനസ് ഉള്ളത് ബ്രാക്കറ്റിൽ ഇട്ടില്ല, മൈനസ്. ഓക്കെ, 1 മൈനസ് ആണ്. 1 മൈനസ് എന്താണ്, 1 മൈനസ് -1/n/n sin nx എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇനി നമ്മൾ ഇതിൻ്റെ ഹോംവർക്കാണ്. ഹോംവർക്ക് ഒന്നാമത്തത്, ഹോംവർക്ക് 1, f(x) ഇതെന്താണ്, ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷന് ഇതെന്താണ്, ഇത് മോഡെക്സ് എന്താണ്, മോഡെക്സ് എന്ന് പറയുമ്പോൾ f(x) -x if x <0 അല്ലേ, x if x greater than or equal to 0 ആണ് അല്ലേ. അതോ ഈ ഫംഗ്ഷൻ എന്താണ്, എന്ത് ഫംഗ്ഷനാണ് ഇത്, പോസിറ്റീവ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഈവൻ ഫംഗ്ഷനാണ്. കാരണം എന്താ കിട്ടുക, f(x) അല്ലെങ്കിൽ f(-x) എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക നമുക്ക്, പോസിറ്റീവ്. f(-2) എന്താ കിട്ടുക, f(-2) എന്ന് പറഞ്ഞാൽ 2n ആണ്, അതായത് f(2n) ആണ് കിട്ടുന്നത്. ഓക്കെ, f(-x) f(x) തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ കേസിൽ കിട്ടുക. ഇത് ഓഡ് ഫംഗ്ഷനാണ്, ഓഡാണ്. ഇത് ഈവനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതു എന്താണ്, ഈവനാണ്, ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ a0 കാണോ an കണ്ടാൽ മതി. മറ്റേത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ സൈൻ സീരീസ് മാത്രമേ ഉണ്ടാവും, മറ്റേത് എന്താണ്, കൊസൈൻ സീരീസ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അടുത്ത ക്ലാസ്സിൽ ചോദിക്കണേ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വിചാരിക്കുന്നു. ഓക്കെ.